ധ്യാനിക്കുമ്പോ. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 71-ാം സങ്കീർത്തനം 18-ാം തിരുവചനത്തിൽ വചനം പറയുന്നു, വരും തലമുറകളോട് അവിടുത്തെ ശക്തി പ്രഘോഷിക്കുവാൻ എനിക്കിടയാക്കണമേ. സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണിത്. വരും തലമുറകളോട് അവിടുത്തെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളിൽ പ്രത്യേകം നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടിയാണ്. ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴയാൽ 10,000 പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന സമയമാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി സ്തുതിക്കുന്നു. ദൈവകൃപ വെളിപ്പെടുന്ന സമയം. എല്ലാം മറന്ന് ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ആരാധിക്കാം. കർത്താവെ പ്രവർത്തിക്കണമേ. അനേകം ആയിരങ്ങളിലേക്ക് വചനത്തിന് അഭിഷേകം കൊടുക്കണമേ. ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ 10,000 പൂരിതരാക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. കർത്താവെ പകരണമേ. ജനലക്ഷങ്ങളിലേക്ക് ഇവിടുത്തെ അനുഗ്രഹത്തെ പകരണമേ. തന്റെ വഴിയിൽ പോലെ ഞാൻ ചെയ്യും. തന്നെ നടക്കും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് ഈ മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. കർത്താവെ പകരുക. 10,000 പകരുക കർത്താവെ. കരങ്ങൾ ഉയർത്തിയടിച്ച് എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. കരങ്ങൾ താഴ്ത്തിയടിച്ച് ഇരുവർഷങ്ങളിൽ കരങ്ങൾ അടിച്ച് ആത്മാവിൽ മൂവ് ചെയ്ത് എല്ലാവരും പോലെ ഞാൻ ചെയ്യും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് പകരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റെടുത്ത് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 10,000 വരണമേ. ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴയാ അനേകം ജീവിതങ്ങളെ നിറയ്ക്കണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. അതിന് വിരുദ്ധമായ ബന്ധന കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ നിർവീര്യമാകട്ടെ. സാത്താൻ ഇട്ടിരിക്കുന്ന സകല അടിസ്ഥാനങ്ങളും ചിഹ്നഭിന്നമാകട്ടെ. കർത്താവെ പകരുക, പകരുക. അങ്ങയുടെ ജനത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. എല്ലാ സാത്താനി മുഖങ്ങളും ഒടിഞ്ഞു മാറട്ടെ. ദൈവജനം പരിശുദ്ധാത്മാവിൽ ഉണരട്ടെ. ലോർഡ് റിലീസ്, റിലീസ്. അങ്ങയുടെ ജനത്തിന്റെ മേൽ അങ്ങയുടെ സാന്നിധ്യം പകരണമേ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന 10,000 കണ്ണീര് കൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ. വിവിധ നിയോഗങ്ങളെ
ആശീർവദിക്കണമേ. ആവശ്യങ്ങളെ അഭിഷേകം ചെയ്യണമേ. ലോർഡ് ബ്ലസ് കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളിലേക്ക് അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങട്ടെ. സകല നിയോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് പകരുന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായി, നിന്റെ ജനത്തെ സന്ദർശിക്കുന്ന ഈ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. തലമുറകളെ നൽകി അനേകരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ എടുത്തു മാറ്റണമേ. വിവിധ നിയോഗങ്ങളുമായി ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. താങ്ക് യു ജീസസ്. അങ്ങ് പ്രവർത്തിച്ചതിനായി, അങ്ങ് നൽകിയ സൗഖ്യത്തിനായി, അങ്ങ് പകർന്ന വിടുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പൊന്നു കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനത്തിന്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധമ്മേ, തിരുകുടുംബത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് തലമുറകളെ നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ്. തലമുറകളെ നൽകുന്ന ദൈവം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറയുടെ ഉദരം വന്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? അബ്രഹാമിനെ കുറിച്ചാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും ഭാര്യ സാറയുടെ ഉദരം വന്യമാണെന്നും അവൻ അറിഞ്ഞിട്ടും അബ്രഹാമിൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അബ്രഹാം ചിന്തിച്ചില്ല. ഇന്ന് അനേകരുടെ വേദനയാണ്, ഞങ്ങൾക്ക് മക്കളില്ലല്ലോ. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളില്ലാത്തത് മൂലം വേദനിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ കുടുംബ ജീവിതത്തിൽ പ്രയാസപ്പെട്ടും ഭാരപ്പെട്ടും ജീവിക്കുന്ന അനേകമായിരങ്ങൾ. ഈ ശുശ്രൂഷയിലും ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. തലമുറകളെ നൽകുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നപ്പോൾ വളരെ വേദനയോടുകൂടി ഒരു സഹോദരി പങ്കുവെച്ചു. 14 വർഷം കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, ഞങ്ങൾക്ക് ഇതുവരെ കുഞ്ഞ് ലഭിച്ചിട്ടില്ല. ആ സഹോദരി വേദനയോടെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും തടഞ്ഞിരിക്കുകയാണ്. മക്കളില്ലാത്തതിനെ പേരിൽ അനേകർ കുത്തുവാക്കുകൾ പറയാ. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ പോലും ഞങ്ങളെ മാറ്റി നിർത്തുകയാണ്. തുടർന്ന് അവൾ പറഞ്ഞു, ഇന്ന് എല്ലാവർക്കും സംഘടനകളുണ്ട്. അമ്മമാർക്ക് മാതൃസംഘം, അപ്പന്മാർക്ക് പിതൃസംഘം, കുഞ്ഞുങ്ങൾക്ക് തിരുബാല സഖ്യം, യുവജനങ്ങൾക്ക് KCYM, തൊഴിലാളികൾക്ക് CLA, കൗമാര പ്രായത്തിലുള്ളവർക്ക് മിഷൻ ലീഗ്.
കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് മാത്രം ഒരു സംഘടനയുമില്ല. സമൂഹം അവരെ തഴഞ്ഞിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു സഹോദരിയുടെ മാത്രം അനുഭവമല്ല. ഇതുപോലെ വേദനിച്ചിരിക്കുന്ന അനേകമായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവിൻ്റെ വചനം വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്, നമ്മുടെ കർത്താവ് തലമുറകളെ നൽകുന്ന ദൈവമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ബൈബിൾ കൺവെൻഷനായി കടന്നു ചെല്ലുകയാണ്. ആ കൺവെൻഷൻ സംഘടിപ്പിച്ച സംഘാടകരെ ദൈവം പ്രവർത്തിച്ച ഒരു മഹാ അത്ഭുതം ഞങ്ങളോട് പങ്കുവെച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ കുടുംബത്തെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കാണണം. 60 വയസ്സ് കഴിഞ്ഞ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 56 വയസ്സ് കഴിഞ്ഞു. ദൈവം 3 മക്കളെ അവർക്ക് നൽകി, 2 പെൺകുഞ്ഞുങ്ങളും ഒരു ആൺകുഞ്ഞും. 5ഉം 6ഉം വയസ്സുള്ള സമയത്ത് ഈ 2 പെൺകുട്ടികളും ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. 28 വയസ്സ് വരെ ആൺകുട്ടി ജീവിച്ചു. 28ാമത്തെ വയസ്സിൽ ഈ ആൺകുട്ടി മരിച്ചുപോയി. 3 മക്കളും ഇവർക്ക് നഷ്ടപ്പെട്ടു. നാട്ടുകാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരെല്ലാം ഇവരെ നോക്കി പരിതപിച്ചു. ഒരു കുഞ്ഞിനെ പോലും മാറ്റിവെക്കാതെ 3നെയും ദൈവം കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് അനേകർ സഹതപിക്കുകയാണ്. ഈ ദമ്പതിമാരുടെ പ്രത്യേകത, കർത്താവിനെ ആശ്രയിക്കാൻ പഠിച്ചവരായിരുന്നവർ. 3 മക്കളും നഷ്ടപ്പെട്ടപ്പോഴും പിറുപിറുപ്പില്ലാതെ, നിരാശപ്പെടാതെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഇവർ അടിയുറച്ച് വിശ്വസിച്ചു. അവർ പറഞ്ഞു, അബ്രഹാമിനും സാറയ്ക്കും ഇസഹാക്കിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ, ഇസഹാക്കിനും റബേക്കയ്ക്കും യാക്കോബിനും നൽകി ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ, എൽക്കാനയ്ക്കും ഹന്നയ്ക്കും സാമുവേലിനെ കൊടുത്ത് ദൈവം അവരെ ഉയർത്തിയെങ്കിൽ, പ്രായാധിക്യം കൊണ്ട് നിറഞ്ഞ എലിസബത്തിനും സക്രിയായ്ക്കും സ്നാപക യോഹന്നാനും നൽകി ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ, 60 വയസ്സ് കഴിഞ്ഞ 56 പിന്നിട്ട ഞങ്ങളുടെ ജീവിതത്തിൽ തലമുറകളെ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. എന്തൊരു അടിയുറച്ച വിശ്വാസമാണ്! ഇനിയും മക്കളെ നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയുമെന്ന് ഇവർ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പലരും ഇവരെ പരിഹസിച്ചു. പ്രാർത്ഥനയൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞ് അവർ ഉപദേശിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക, തലമുറ നിലനിർത്തുവാൻ വേണ്ടി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറഞ്ഞു. ഈ ദമ്പതിമാർ പറഞ്ഞു, കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും. വിശുദ്ധ ബൈബിളിൽ മക്കളെക്കുറിച്ച് അനേകം ദൈവിക വാഗ്ദത്തങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ ഇവർ പരസ്പരം വിശ്വാസത്തോടെ കരങ്ങൾ കോർത്ത് പിടിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ വചനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഈ വചനത്തെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അവർ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മഹാകരുണ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. 56 വയസ്സ് കഴിഞ്ഞ ഈ സഹോദരി ദൈവത്തിൻ്റെ കൃപയാൽ ഗർഭിണിയായി. കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു? ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്. അത്ഭുതം ഇതല്ല പ്രിയപ്പെട്ടവരെ. 2 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 6 മാസം പിന്നിട്ടു. 9ാം മാസത്തിൽ ഈ സഹോദരി പ്രസവിച്ചു. ഈ പ്രസവത്തിൽ 3 ആൺകുഞ്ഞുങ്ങൾ, 3 ആൺകുട്ടികളെ നൽകി സ്വർഗത്തിലെ ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ കർത്താവിനൊരു വിഷയമല്ല. സഹോദരൻ, നിന്റെ പ്രായം കർത്താവിന് വിഷയമല്ല. സഹോദരി, നീ അനുഭവിക്കുന്ന ദുരിതങ്ങളോ പരാജയങ്ങളോ നിന്റെ ശാരീരികമായ രോഗപീഠകളൊന്നും കർത്താവിന് ഇടപെടുവാൻ വിഷയമല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ കുടുംബത്തിൻ്റെ വിശ്വാസം. മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. വേറൊരു സ്ഥലത്ത് ഇതുപോലെ വചന ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നപ്പോൾ
ഒരു കുടുംബം കാണാൻ വന്നു. അവരുടെ പ്രത്യേകത വളരെ ആനന്ദമുള്ള ദമ്പതികളായിരുന്നു അവരെ. അവരെന്നോട് പറഞ്ഞു, സഹോദര, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? വളരെ അഭിമാനത്തോടെ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 9 മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ അപ്പോൾ ധ്യാനത്തിന് കൊണ്ടുവന്നില്ലേ? അവർ പറഞ്ഞു, ഞങ്ങളുടെ 9 മക്കളും സ്വർഗത്തിലാണ്, അവർ ഈശോയുടെ കൂടെയാണ്. 9 പ്രാവശ്യം ഈ സഹോദരി ഗർഭിണിയായി. എന്നാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. ഓരോ കുഞ്ഞും അബോർഷനായി പോവുകയാണ്. 9 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും നിരാശപ്പെടാതെ, പരാതി പറയാതെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട് അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് അവർ പ്രാർത്ഥിക്കാനായി വന്നിരിക്കുക. അവരെന്നോട് പറഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് മക്കളെ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഈ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തേജനം ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദമ്പതിമാർ പ്രാപിച്ച അഭിഷേകമാണ് ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത്. മക്കളില്ലെന്ന് ഓർത്ത് നിരാശപ്പെട്ട് പരാതി പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവസാനിപ്പിക്കരുത്. കണ്ണുകൾ ഉയർത്തി കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിനൊരു സമയമുണ്ട് സഹോദര, ദൈവത്തിനൊരു സമയമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 18 നമുക്ക് വരാം. അബ്രഹാം സാറ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് 3 ദൈവദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അവർ തിരിച്ചു പോകുന്ന സമയത്ത് അബ്രഹാമിനോട് പറയും, 10-ാം വചനത്തിൽ, അടുത്ത വസന്തത്തിൽ ഞങ്ങൾ നിന്നെ സന്ദർശിക്കുമ്പോൾ നിന്റെ ഭാര്യ സാറയിൽ നിന്ന് ഒരു പുത്രൻ നിനക്ക് ജനിക്കും. വളരെ ആനന്ദകരമായൊരു വാർത്തയാണ് ദൂതന്മാർ അബ്രഹാമിനെ അറിയിച്ചത്. ഒരു പുത്രൻ നിനക്ക് ജനിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ തിരുവാക്യം. ദൈവം പറഞ്ഞ സമയത്ത് അബ്രഹാമിന് തൻ്റെ ഭാര്യ സാറയിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു. അവർ അവനെ ഇസഹാക്ക് എന്ന് പേരിട്ടു. എന്നെ അവിടെ സ്വാധീനിച്ച വചനം ഇതാണ്: ദൈവം പറഞ്ഞ സമയത്ത് കർത്താവിന് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് പ്രവർത്തിച്ചോളും. കർത്താവിൻ്റെ പ്രവൃത്തിയെ അതിൽ നിന്ന് തടയുവാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത്? പ്രത്യാശയോടെ പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ചിലർ വന്ന് ഇപ്രകാരം പറയാറുണ്ട്, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് മക്കളെ ലഭിക്കുകയില്ല എന്ന്. ഡോക്ടർമാർ പറഞ്ഞത് കേട്ട് പലരും നിരാശപ്പെട്ട് ജീവിക്കുകയാണ്. മെഡിക്കൽ സയൻസ് പറയുന്നത് വിശ്വസിക്കേണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, മെഡിക്കൽ സയൻസ് പറയുന്നതിനേക്കാൾ ഉപരി ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം നിന്നോട് എന്തു പറയുന്നുവോ അത് വിശ്വസിക്കാനുള്ള സമർപ്പണം നിനക്കുണ്ടാകണം. അവിടെയാ സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, പൈശാചിക അടിസ്ഥാനങ്ങൾ ഛിന്ന ഭിന്നമാകും. അതല്ലേ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഒരു ചോദ്യം കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? എന്ത് പവർഫുള്ളായൊരു ചോദ്യ കർത്താവ് ചോദിക്കണേ. ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? എന്താ ദൈവത്തിൻ്റെ പ്രവൃത്തി? അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങളെ തുറക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. സഹോദരിമാരെ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങളുടെ അടഞ്ഞുപോയ ഗർഭപാത്രങ്ങളെ തുറക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ഓവറിയിൽ പ്രശ്നങ്ങളുണ്ടോ? ചില സഹോദരിമാരെ വേദനയോടുകൂടി പറയുക, ഞങ്ങൾക്ക് ഓവറിയിൽ പ്രോബ്ലമുണ്ട്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് മക്കളില്ലാത്തത്. നീ വേദനിക്കേണ്ട. ഈ വിഷയത്തിന് മേൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി വരാൻ പോവുക. പ്രിയ സഹോദര, നിന്റെ ബീജത്തിന് കൗണ്ട് കുറവാണോ? നീ ആകുലപ്പെടരുത്. ഈ വേദന നീ ഇപ്പോൾ കർത്താവിനെ സമർപ്പിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി
അനേകം കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളിലേക്ക് ഇടിമിന്നൽ പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ കരങ്ങൾ കോർത്തു പിടിച്ചു പ്രാർത്ഥിച്ചു. കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്ന സമയം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അനേകരെ കർത്താവ് തൊടുന്ന സമയം. ഒരു നിമിഷം യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങളെ തുറക്കണമേ. ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ എടുത്തു മാറ്റണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്. ഉദരഫലം എന്നുള്ള ദൈവിക വാഗ്ദത്തങ്ങളാൽ 10,000 അഭിഷേകം ചെയ്യണമേ. അനോയിന്റ്. കുടുംബങ്ങൾക്ക് ആനന്ദം നൽകണമേ. തലമുറകളെ കൊണ്ട് ആനന്ദിക്കുവാൻ അനേകർക്ക് ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങൾ വെളിപ്പെടുത്തണമേ. കണ്ണുനീരുകൾ തുടച്ചു മാറ്റണമേ. ഹൃദയത്തിലെ വേദനകൾ പിഴുതു മാറ്റണമേ. ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തിച്ചതിനായി നന്ദി കർത്താവേ. ജീസസ്. കർത്താവ് ചൊരിഞ്ഞ ഈ അനുഗ്രഹത്തിനായിട്ട് നന്ദി പറയാം. സാറയുടെ ജീവിതത്തിലോട്ട് വരാം. നമ്മുടെ വലിയ മെച്ചിയാണ് സാറ. സാറയെ കുറിച്ച് ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്ന വചനം ഹെബ്രായ പുസ്തകത്തിലുണ്ട്. 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. തന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. വിശ്വാസം മൂലം. വല്യമ്മച്ചി, 99 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചി ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചത് എന്തുമൂലമാണ്? വിശ്വാസം മൂലം. മക്കളില്ലാത്ത പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മെഡിസിൻ തരികയാണ്. എന്താണ് ആ മെഡിസിൻ? വിശ്വാസമാണ്. ഞങ്ങൾ ഒരുപാട് മെഡിസിൻ കഴിച്ചു, ഒരുപാട് ഡോക്ടേഴ്സിനെ മാറി കണ്ടു, ഒരു പ്രയോജനമില്ല. കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഇനി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുമോ എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അവർക്ക് ഈ ദൂത് ദൈവാത്മാവ് തരികയാണ്. വിശ്വാസം മൂലം സാറ ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. ഈ വചനത്താൽ 1000 കർത്താവ് അനുഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ആദ്യത്തെ അനുഗ്രഹം എന്താ പ്രിയപ്പെട്ടവരെ? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം വചനത്തിൽ വചനം പറയുന്നു, ദൈവമായ കർത്താവ് അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. വിവാഹമെന്ന കുദാശ സ്വീകരിച്ച ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള സ്വർഗത്തിന്റെ പദ്ധതി ഇതാണ്: സന്താന പുഷ്ടിയുള്ളവരാകുക. ഈ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കുവാനാണ് ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഇതിൻ്റെ മറുഭാഗം കൂടിയും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മക്കളില്ലാത്ത ദമ്പതികളെ പോലെ തന്നെ മാതാപിതാക്കളില്ലാത്ത അനേകം മക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി മറ്റൊരു തരത്തിലാകാം. മാതാപിതാക്കളില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് ഒരു അപ്പനാകുവാൻ, ഒരു അമ്മയാകുവാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് മക്കളില്ലല്ലോ എന്ന് പറഞ്ഞ് ആകുലപ്പെടാതെ, നിരാശപ്പെടാതെ, പ്രാർത്ഥനയോടെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വേണ്ട വിധം മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളില്ലാത്ത മക്കൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളായിട്ട് മാറുക. ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരെ മാറ്റിയെടുക്കുവാൻ നിങ്ങളുടെ ജീവിതങ്ങൾക്ക് സാധ്യമാകണം. ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുൻപ് മക്കളെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ സാധിക്കുന്നവർ ഈ സമയം എഴുതിയെടുക്കുക. മക്കളില്ലാത്ത ദമ്പതികളും മക്കളെ ഇനിയും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് എഴുതിയെടുക്കുക. നിങ്ങളുടെ ബന്ധുമിത്രങ്ങളിലോ കുടുംബത്തിലോ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം.
127 സങ്കീർത്തനം 3 തിരുവചനം, 128 സങ്കീർത്തനം 2 തിരുവചനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8 അധ്യായം 18 തിരുവചനം, സാമുവേൽ പ്രവാചകന്റെ 1 പുസ്തകം 1 അധ്യായം 19 20 തിരുവചനങ്ങൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 30 അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 20 മുതൽ 22 വരെയുള്ള വചനങ്ങൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 25 21. ഈ തിരുവചനങ്ങളെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ വിശ്വാസത്തോടെ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥനയോടെ ഏറ്റുപറയുമ്പോൾ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കും. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ഒരു പരിപൂർണമായ സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകലവിധ ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. ദിവ്യകാരുണ്യീശോയെ, തിരുവോസ്തിരൂപനായി തന്നെ ശൂന്യനാക്കി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സ്നേഹത്തെയോർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകം നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതികൾക്കുമാണ്. പതിനായിരങ്ങളെ ഈ ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവ് കാണുകയാണ്. ഹൃദയം തകർന്ന് കുടുംബത്തിൽ വിവിധങ്ങളായ ദുരിതങ്ങൾ മൂലം സങ്കടപ്പെടുന്ന ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ പെരുമഴയായി പെയ്തിറങ്ങുന്ന സമയം സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമടക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും യാചനാപൂർവം കർത്താവിന്റെ മുമ്പിൽ തുറന്നു പിടിച്ച് വിവിധങ്ങളായ നിയോഗങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണിത്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുക. മക്കളില്ലാതെ വേദനിക്കുന്ന അനേകം ദമ്പതികളിലേക്ക് തലമുറകളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ. യേശുവേ, അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. അനുഗ്രഹിക്കുന്ന ദൈവമേ, വിശുദ്ധീകരിക്കുന്ന കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ, എല്ലാ ബന്ധനങ്ങളെയും തകർക്കണമേ. പാപരോഗ ശാപ ബന്ധനത്തിന്റെ അടിസ്ഥാനങ്ങളെ ഛിന്ന ഭിന്നമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന അനേകരുടെ കണ്ണുനീര് തുടച്ചു മാറ്റി അവരുടെ കണ്ണുനീരിന് ഉത്തരം നൽകണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥന വിധികളെ മാറ്റിയെടുത്തു. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ